ശ്രീ ജെ.ആർ. പത്മകുമാർ, നിങ്ങളും ആശിച്ചിരുന്നുവല്ലോ ബി.ജെ.പിയുടെ പട്ടിക ഇതുവരെ ആയിട്ടില്ല. ഈ കോൺഗ്രസിൽ ഇങ്ങനെ അസംതൃപ്തരുണ്ടാകുമെന്നും അവർ ഞങ്ങളിലേക്ക് അടുക്കുമെന്നുമുള്ള ആ ഒരു വിശ്വാസത്തിൽ കാത്തിരിക്കുകയാണോ ഇപ്പോഴും? തോമസ് മാഷിന് വേണ്ടിയുള്ള കാത്തിരിപ്പും ഉണ്ടായതാണല്ലോ. ഞാൻ ഇവിടെ വന്നപ്പോഴാണ്, നമ്മുടെ ഈ ചർച്ചയിൽ കയറി ഇരിക്കുമ്പോഴാണ് മനോഹർ പരീക്കറിൻ്റെ മരണം അറിയുന്നത്. അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി നേരുന്നു, അനുശോചനം അറിയിക്കുകയാണ് ഈ അവസരത്തിൽ. നമ്മളിവിടെ ഈ ചർച്ച ചെയ്യുന്ന ഒരു പ്രശ്നം നമുക്കറിയാമല്ലോ. ഇപ്പോൾ ബി.ജെ.പിയിലേക്ക് ആളുകൾ വരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് ആളുകൾ ബി.ജെ.പിയിൽ വരുന്നു, മറ്റു പാർട്ടികൾ വരുന്നു. അതൊരു ഇന്ത്യയിൽ ഇപ്പോൾ പൊതുവിൽ നടക്കുന്ന ഒരു പ്രശ്നമാണ്. അതിലേക്ക് ഒതുക്കേണ്ട നമുക്ക് ഈ കോൺഗ്രസിന്റെ പട്ടികയിലേക്ക് തന്നെ കോൺഗ്രസിന്റെ പട്ടികയിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ ബി.ജെ.പി ഇപ്പോൾ റഹീം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇന്ത്യ ഒരു സൈഡിലെന്ന്. മുമ്പ് ഇന്ദിരാഗാന്ധി വളരെ ശക്തമായിരുന്ന കാലഘട്ടത്തിൽ അന്ന് ഇന്ദിരാഗാന്ധി ഒരു സൈഡിലും ഇന്ദിരാഗാന്ധി വിരുദ്ധരല്ല ഇവിടെ മറു സൈഡിൽ നിന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലേക്ക് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഒരു സൈഡിലും ഭാരതീയ ജനതാ പാർട്ടിയെ എതിർക്കുന്ന, ഈ ഭാരതീയ ജനതാ പാർട്ടി മാത്രമല്ല ഭാരതീയ ജനതാ പാർട്ടിയെ അനുകൂലിക്കുന്ന ഒരു ബഹുഭൂരിപക്ഷം, ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം പാർട്ടികളും ഒരു സൈഡിലും, കുറേ ആളുകൾ മറു സൈഡിൽ നിന്നിട്ട് ഇന്ത്യ ഞങ്ങൾ ഒന്നാണ്, ഇന്ത്യ എതിർക്കുന്നു എന്നുള്ള രീതിയിലുള്ള പ്രചരണം നടത്തും. നിങ്ങൾ ആലോചിക്കണം, ഇങ്ങനെ എതിർക്കുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം 18%, ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 18% വോട്ടുണ്ടായിരുന്നൊരു പ്രസ്ഥാനം ഇന്ന് 2 പേർ കൂടി 3% ഇല്ല. CPIക്കും CPM ഈ തെരഞ്ഞെടുപ്പിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലും അരിവാൾ നെൽക്കതിരിലും മത്സരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും CPIയും മത്സരിക്കാൻ പോകുന്ന, ദേശീയ തലത്തിൽ മത്സരിക്കാൻ പോകുന്ന അവസാനത്തെ തെരഞ്ഞെടുപ്പായി മാറാൻ പോവുകയാണ്. ഇവിടെയാണ് പറയുന്നത് ഇപ്പോൾ കോൺഗ്രസ്സുകാരെല്ലാം ബി.ജെ.പിയിലേക്ക് വരുന്നു. ബി.ജെ.പിയിലേക്ക് ഞാൻ ചോദിക്കട്ടെ, ത്രിപുരയിൽ തോമസ് മാഷിൽ അല്ല, അതൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഞാൻ തോമസ് മാഷിൽ നിന്ന് എന്ത് പ്രതീക്ഷിച്ചു ബി.ജെ.പി? ഞങ്ങൾ എന്താ പ്രതീക്ഷിക്കുക? ഇപ്പോൾ ഒരാൾ അവർക്ക് അവരുടെ പാർട്ടി അവരോട് അനീതി കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചിലതൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങളുടെ ആരെങ്കിലും ഔദ്യോഗികമായിട്ട് അദ്ദേഹത്തിനെ കണ്ട് ഇതിലേക്ക് വരാൻ പരസ്യമായി ക്ഷണിച്ചിട്ടുണ്ടോ? സൂചനകൾ നൽകി? അല്ല, ഒരു സൂചനയും നൽകി. അദ്ദേഹത്തോട് അനീതി കാണിച്ചു എന്നുള്ള അഭിപ്രായം നമുക്ക് ഈ മുമ്പ് അച്യുതാനന്ദന് സീറ്റ് നിശ്ചയിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ട്. അത് പൊതുവായി രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആൾ. ഞങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തെ ബി.ജെ.പിയിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ കാണാൻ പോയിട്ടുണ്ടോ? അദ്ദേഹം അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞോ? ഇന്നും അദ്ദേഹം പറഞ്ഞല്ലോ, എനിക്ക് ബി.ജെ.പി ഒരു ഓഫറും തന്നിട്ടില്ല. പിന്നെ ഒരു ദിവസത്തേക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലും ധാരണ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്താൻ ബി.ജെ.പിയിലേക്ക് പോകുമെന്നൊരു വാർത്ത സൃഷ്ടിക്കാൻ മാധ്യമപ്രവർത്തകരും അല്ലെങ്കിൽ അദ്ദേഹം അതിനുവേണ്ടി ബോധപൂർവ്വം ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രചരണത്തിൻ്റെ ആവശ്യമില്ല. ഇന്ത്യ മഹാരാജ്യം ഈ 2019 അടുത്ത 24 ഭരിക്കാൻ പോകുന്ന ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അങ്ങനെ ആരെയും പുറകെ പോകേണ്ട ഒരു കാര്യവുമില്ല. മാത്രമല്ല, കേരളത്തിൽ കോൺഗ്രസിന്റെ പട്ടികയെ പറ്റി വലിയ വേവലാതി ബി.ജെ.പിക്ക് ഇല്ലതാണ്. കാരണം ബി.ജെ.പിക്ക് ജയസാധ്യതയുള്ള സീറ്റുകളിൽ പോലും, അങ്ങനെ ബി.ജെ.പി പ്രതീക്ഷിക്കുന്ന സീറ്റുകളിൽ പോലും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് വരാൻ പറ്റുന്നില്ല ബി.ജെ.പിക്ക് ഇതുവരെ. കോൺഗ്രസിനേക്കാൾ കഷ്ടമാണ് ഇക്കാര്യത്തിൽ. ഞങ്ങൾക്ക് ഇന്ന് ഇപ്പോൾ ആദ്യ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സീറ്റുകളിൽ സംസ്ഥാനങ്ങളിൽ 121 സീറ്റ് ഇന്ന് ക്ലിയർ ചെയ്ത് പുറത്തിറക്കിയിട്ടുണ്ട്. നാളെ ഇന്ന് സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് നാളെ കേരളത്തിലെ ലിസ്റ്റും മൂന്നാമത്തെ ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലെ ലിസ്റ്റും നാളെ പരിഗണിക്കും എന്നാണ്. ആ ഒരു മുന്നണി സംവിധാനമാകുമ്പോൾ അതിനെ സംബന്ധിച്ച് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്. മാത്രവുമല്ല, ഒത്തിരി സീറ്റുകൾ അതിന് കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യേണ്ടതുള്ളത് കൊണ്ട് അതിലൊരു ഡിലേ വരുമെന്നുള്ള അല്ലാതെ ഞങ്ങൾ ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റ് വന്നിട്ട് പരസ്യമായിട്ട് എനിക്ക് സീറ്റ് നിഷേധിച്ച് പോകുന്നു, അതിലെനിക്ക് പ്രതിഷേധമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും ഇന്ന ആളിന് സീറ്റ് നിഷേധിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇതെല്ലാം പത്രമാധ്യമങ്ങളുടെ ഒരു സൃഷ്ടി മാത്രമാണ്. അതേസമയം ഇവിടെ 2 മുന്നണികളിലും പ്രശ്നമുണ്ട്. സ്ഥാനാർത്ഥികളെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ച സമയത്ത് തന്നെ കോൺഗ്രസിലുണ്ടായ പ്രശ്നം നമുക്കറിയാം. ആളുകൾ പൊട്ടിത്തെറിച്ചതും മറ്റു കാര്യങ്ങൾ. ഇപ്പോൾ തോമസ് മാഷിൻ്റെ ഒരു ഉദാഹരണമാണ്. ഈ CPM വളരെ ആവേശത്തോടു കൂടി പറയുമ്പോൾ നിങ്ങൾ അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് എതിരായിട്ട് എത്ര പ്രകടനങ്ങളാണ് നടന്നത്? പാർട്ടി അരിവാൾ ചുറ്റിക നക്ഷത്രം ഉൾപ്പെടുന്ന കൊടി പിടിച്ചുകൊണ്ട് അവിടെ പ്രകടനം നടന്നില്ലേ? തൃശ്ശൂരിൽ LDF-ന്റെ കൺവെൻഷനിൽ നിന്നും പ്രഖ്യാപിച്ചപ്പോ പരസ്യമായി കേരളത്തിൽ പ്രകടനം നടന്നു. ഈ പ്രാവശ്യം അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? മാർക്സിസ്റ്റ് പാർട്ടി ഈ പണക്കാർക്ക് CPM കീഴടക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ CPM-നെ കോടീശ്വരന്മാർ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്നുള്ള പറഞ്ഞുകൊണ്ടാണ്. ഇതൊക്കെ മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ട് ബി.ജെ.പി ഒരു ഭീഷണിയാണ് CPM-ന്. ഈ രാജ്യദ്രോഹ നിലപാടെടുക്കുന്ന CPM-ന് ഭീഷണിയാണ്. ഈ അനീതിയും അക്രമവും കാണിക്കുന്ന CPM-ന് കേരളത്തിൽ ഞങ്ങൾ ഭീഷണിയാണ്. ഈ അക്രമങ്ങൾ നടന്ന ത്രിപുരയിൽ ഞങ്ങൾ ഭീഷണിയാണ്. പശ്ചിമ ബംഗാളിൽ ഞങ്ങൾ ഭീഷണിയാണ്. അതുകൊണ്ട് അവർക്ക് എപ്പോഴും ബി.ജെ.പിയെ എതിർക്കുക, പ്രസ്ഥാനം തീർത്ത വേറെ ഒരിടത്തും CPM ഇല്ല.